മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്ക് CMRL കോടികൾ വെറുതെ നൽകിയതല്ലെന്നും ഇതിനുവേണ്ട സേവനം ചെയ്തു കൊടുത്തത് പിണറായി വിജയൻ തന്നെയാണെന്നും മാത്യു കുഴൽനാടൻ MLA. ഈ കാര്യമാണ് താൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും തെളിയിക്കാൻ പരിശ്രമിക്കുന്നതും. പോരാട്ടം തുടരുമെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. വീണയുടെ കേസ് രണ്ട് കമ്പനികൾ തമ്മിലുള്ള സുതാര്യമായ ഇടപാട് എന്ന നിലപാടിൽ CPM ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കണം. മുഖ്യമന്ത്രി പ്രതിപട്ടികയിൽ വരുന്ന നാളുകൾ അതിവിദൂരമല്ല. മുഖ്യമന്ത്രിയെ ന്യായീകരിച്ച CPM-ന്റെ അടിവേരിളകുമെന്നും മാത്യു കുഴൽനാടൻ തൊടുപുഴയിൽ പറഞ്ഞു. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എന്ന വകുപ്പ് മുഖ്യമന്ത്രിയുടെ കീഴിലാണ് 2016 മുതൽ. മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്തിൽ വന്ന അന്നു മുതൽ മാസാമാസം വീണ വിജയന്റെ അക്കൗണ്ടിലേക്ക് പണം നൽകിയത്. ഇവർ പറഞ്ഞതിന്റെ ഉത്തരം ഇവിടെയുണ്ട്. ഇത് അഴിമതിയല്ലേ? എന്തെങ്കിലും സേവനം പ്രത്യേകമായി ചെയ്തു കൊടുത്തില്ലെങ്കിൽ പോലും ഇത് അഴിമതിയുടെ പർവ്വയിൽ വരില്ലേ? CPM ഇനിയും ന്യായീകരിക്കട്ടെ. ഒന്നിന് പിറകെ ഒന്നായി നേതാക്കന്മാർ വന്ന് ഈ മുഖ്യമന്ത്രിയുടെ മകളെ ന്യായീകരിച്ച് ഈ പാർട്ടിയുടെ അസ്തിത്വവും അടിവേരും നിങ്ങൾ അളക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഞങ്ങളും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. നിങ്ങൾ എന്തുമാത്രം ന്യായീകരിക്കാൻ കഴിയുമോ അത്രയും ന്യായീകരിക്കുക. കാരണം ഈ കൊള്ളയുടെ പങ്ക് പറ്റാത്തവരായി CPM-ന് ആരെങ്കിലും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ ന്യായീകരണം നടക്കട്ടെ. ഞാൻ പറയുന്നു, വിജിലൻസ് കേസ് തള്ളിയതുകൊണ്ട് ഞങ്ങൾ ഈ പോരാട്ടത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇറക്കിയ പത്രക്കുറിപ്പ് എൻ്റെ കയ്യിലുണ്ട്, ഒഫീഷ്യൽ പ്രസ് റിലീസ്. അതിൽ CPM എന്ന പാർട്ടി, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പറഞ്ഞത് ഇത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള സുതാര്യമായ ഇടപാടാണ്. ഇതിൽ അനധികൃതമായി നിയമവിരുദ്ധമായി ഒന്നും നടന്നിട്ടില്ല. കിട്ടിയ പണത്തിന് ടാക്സും അടച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ അഴിമതിയില്ല എന്ന് CPM പറഞ്ഞു. ഇദ്ദേഹം ഇന്ന് റെസ്പോണ്ട് ചെയ്യുമ്പോൾ ആദ്യം പറയേണ്ടത് CPM അന്ന് പറഞ്ഞ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്നതാണ്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇത് വൈകിപ്പിക്കാൻ ശ്രമിക്കാം, എത്ര വേണമെങ്കിലും പ്രചണ്ഡമായ പ്രചരണം നടത്താം, കേസുകൾ പരാജയപ്പെട്ടു എന്ന് പറയാം. പക്ഷേ ഞാൻ കേരളത്തോട് പറയാൻ ആഗ്രഹിക്കുന്നു, പിണറായി വിജയൻ പ്രതിപട്ടികയിൽ വരുന്ന നാളുകൾ അതിവിദൂരമല്ല. എനിക്ക് സംശയമില്ല കാര്യത്തിൽ. മുഖ്യമന്ത്രി സ്ഥാനമൊഴിയണം. അതല്ലെങ്കിൽ നാളുകളിൽ അദ്ദേഹത്തിന് സ്ഥാനമൊഴിയേണ്ട സാഹചര്യം ഉണ്ടാകും. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ.